അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാമു അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാർ, സഹോദരങ്ങൾ, സഹോദരിമാർ എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹ് പ്രദാനിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ വിഷയവുമായി ഒരു ആശയവുമായി നാം മുന്നോട്ട് സഞ്ചരിക്കണം. കുറേ നാളുകളായി നമുക്ക് കുറച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കാലതാമസം വന്നു. ചില തിരക്കുകൾ കാരണം നമ്മളെ ചാനൽ ശ്രദ്ധിക്കാതെ പോയി. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടുകയാണ്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഓരോ അറിവുകളുമായി നിങ്ങളിലേക്ക് എത്തുകയാണ്. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവുകളായി ഇൻഷാ അല്ലാഹ് നമുക്ക് കണ്ടുമുട്ടാം. അള്ളാഹു സ്വീകരിക്കുന്ന സദസ്സാക്കി, മജ്ലിസാക്കി, അറിവുകളാക്കി അള്ളാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇതെല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ രാവിലെയും വൈകുന്നേരം, രാവിലെ ഉപകാരപ്രദമായ അറിവുകളും വൈകുന്നേരം ദിക്റും ദുആയും സലാത്തുമായി ഇൻഷാ അല്ലാഹ് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് നാളുകളായി ചില തിരക്കുകൾ കാരണം നമുക്ക് വീഡിയോകളൊന്നും ഇടാൻ കഴിഞ്ഞില്ല. ഇന്ന് മുതൽ വീണ്ടും അത് പുനരാരംഭിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഈ സദസ്സ്, ഈ ഉദ്യമമൊക്കെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ജീവിതത്തിൽ അള്ളാഹു നമുക്ക് പ്രയാസങ്ങൾ തരും, ഒരുപാട് പ്രതിസന്ധികൾ തരും, ഒരുപാട് ബുദ്ധിമുട്ടുകളും ആവലാദികളും വേവലാദികളൊക്കെ തരും. അതെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിലായി ക്ഷമിക്കുമ്പോഴും സഹിക്കുമ്പോഴുമാണ് അള്ളാഹു വലിയ പ്രതിഫലം നമുക്ക് തരിക. ആ പ്രതിഫലങ്ങളെല്ലാം തരുമ്പോഴും നാം ക്ഷമിക്കുമ്പോഴും അള്ളാഹു നമുക്ക് തരുന്ന പരീക്ഷണങ്ങളെ അതിജയിക്കാൻ, ഒന്ന് പിടിച്ചു നിൽക്കാൻ, ഒന്ന് താങ്ങി നിൽക്കാൻ നമുക്ക് വലിയ ഒരു പിടിവള്ളി ആവശ്യമാണ്. ആ പിടിവള്ളി അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ, മുൻഗാമികളായ സ്വഹാബത്തിലൂടെ, താബിഈങ്ങളിലൂടെ, തബഅ താബിഈങ്ങളിലൂടെ, മഹാരഥന്മാരിലൂടെ നമുക്ക് മുൻകഴിഞ്ഞു പോയ ആളുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അത് നമ്മിൽ നിന്ന് പലതും വിസ്മരിച്ചു പോവുകയാണ്, മറന്നു പോവുകയാണ്. നമുക്കറിയാം, പണ്ടൊക്കെ നമ്മൾ ഹദ്ദാദ് ഓതുമായിരുന്നു, ഇല്ലേ? എല്ലാ വീടുകളിലും ഹദ്ദാദ് ഓതുമായിരുന്നു. മിക്ക പള്ളികളിലും ഇശാഇന്റെ ബാങ്ക് വിളിച്ചാൽ ഇഖാമത്തിന് മുമ്പ് ഹദ്ദാദ് ഓതുന്ന പതിവുണ്ട്. ഇന്ന് പല പള്ളികളിൽ നിന്ന് പോലും, വീടുകളിൽ പോട്ടെ, പള്ളികളിൽ നിന്ന് പോലും അത് മാറ്റി നിർത്തപ്പെടുകയാണ്, അത് ഉപേക്ഷിക്കുകയാണ്. അത് മാത്രമല്ല, വീടുകളിൽ അത് പാരായണം ചെയ്യൽ കുറവായി. പണ്ടേ ഉമ്മാമമാർ, ഉപ്പുപ്പമാരൊക്കെ ചെയ്തിരുന്നു. ഇന്ന് തലമുറകൾ അതിനൊന്നും സമയമില്ല. അതൊക്കെ തിരക്ക് കാരണം നമ്മൾ മാറ്റിവെക്കാണ്, അല്ലേ? അതുപോലെ മുഹീദ്ദിമാല പാടിയിരുന്നു, പക്ഷിപ്പാട്ട് പാടിയിരുന്നു. അങ്ങനെ തുടങ്ങി ബൈത്തുകളും മജ്ലിസുന്നൂറുകളും അതുപോലെയുള്ള ഒരുപാട് മാലകളും മൗലിദുകളും ഒക്കെയായി നമ്മുടെ വീട് സജീവമായിരുന്നു. ഇന്ന് മൗലിദ് എന്ന് പറഞ്ഞാൽ മരണപ്പെട്ട ഒരാളുടെ ആണ്ട് ദിനം വരുമ്പോൾ ആ മൗലിദിലേക്ക് മാത്രം ഒതുങ്ങുന്നവരായി നമ്മിൽ പലരും മാറിപ്പോവുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ മുൻഗാമികൾ കാണിച്ചു തന്ന പാതയിലൂടെ സഞ്ചരിച്ചാൽ അള്ളാഹുവിന്റെ സ്വർഗം നമ്മുടെ കൈവെള്ളയിലേക്ക് അല്ലാഹ് കൊണ്ടുതരുമെന്ന് മുൻഗാമികളുടെ ജീവിത ചരിത്രങ്ങളിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയും. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കുറഞ്ഞ സമയം കൂടുതൽ അറിവ് നമ്മുടെ ആശയമാണ്, നീട്ടിപ്പറഞ്ഞ് പറയുന്നില്ല. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 4 മന്ത്രങ്ങളെ പറ്റിയാണ്. ഈ 4 മന്ത്രങ്ങൾ ആര് പഠിച്ചു വെച്ചുവോ അവന്റെ പ്രയാസ പ്രതിസന്ധികൾ ഇനി എന്ത് എന്ന ചോദ്യചിഹ്നമായി വന്നു നിൽക്കുന്നവരുടെ മുന്നിൽ, അങ്ങനെ ഇനി ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ ഈ ഇടറാതെ പതറാതെ റബ്ബ് നൽകുന്ന പരീക്ഷണത്തിൽ ക്ഷമയോടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന വലിയൊരു പിടിവള്ളിയാണ് ഈ 4 മന്ത്രങ്ങൾ എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്ന ഹദീസുകളിലൂടെ, ആശയങ്ങളിലൂടെ, അവരുടെ ജീവിത വഴികളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ആ 4 മാർഗങ്ങളാണ് ഇന്ന് എൻ്റെ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ ചാനലിലൂടെ ഒരുമിച്ച് കൂടിയ ഉമ്മമാർക്ക് തരുന്ന സമ്മാനം. അതുകൊണ്ട് എല്ലാവരും ഇത് എഴുതി റെക്കോർഡ് ചെയ്ത് വെച്ച് ഇത് പഠിക്കണം. വളരെ എളുപ്പമുള്ള പദങ്ങളാണ്. ഇതൊന്ന് പഠിച്ചു വെച്ചാൽ ഒരിക്കലും നമ്മൾ അടിപതറൂല. നമ്മുടെ ഈമാൻ, വലിയ ഈമാൻ നമുക്കില്ല, ഉണ്ടോ? നമുക്കൊരു ഈമാനൊന്നുമില്ല. നമുക്കറിയാം, മുൻഗാമികളായ ആളുകൾ ഒരു അസുഖം വന്നാൽ, ഒരു പ്രയാസം, ഉദാഹരണത്തിന് ഏറ്റവും ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഗർഭവതികളായ ഉമ്മമാർ, അള്ളാഹു മക്കളെ ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് അള്ളാഹു മക്കളെ കൊടുക്കട്ടെ, തന്ന മക്കളെ ബറക്കത്ത് ചെയ്യട്ടെ. നമുക്കറിയാം, പണ്ടൊക്കെ മുൻഗാമികളൊക്കെ പ്രസവം വന്നാൽ ഹോസ്പിറ്റലുകളിൽ നിന്നും പോകില്ല. പക്ഷെ എന്ന് കരുതി ഇന്നത്തെ തലമുറ ഹോസ്പിറ്റലിൽ പോകാതിരിക്കൽ അബദ്ധമാണ്. പല വാർത്തകളിലൊക്കെ കണ്ട് യൂട്യൂബ് നോക്കി നമ്മൾ പ്രസവം നടത്തുന്നവർ, അല്ലെങ്കിൽ മുൻഗാമികൾ അങ്ങനെ പ്രസവിച്ചല്ലോ, എൻ്റെ വീട്ടിലും വല്യമ്മ 4 പ്രസവിച്ചു, 5 പ്രസവിച്ചു, വീട്ടിലാണ് ഒരു ഡോക്ടറും വന്നില്ല എന്ന് കരുതി എൻ്റെ ഭാര്യ അങ്ങ് പ്രസവിക്കട്ടെ എന്ന് കരുതുന്നത് വലിയ മണ്ടത്തരം എന്ന് തന്നെ പറയണം. ഇന്ന് ഹോസ്പിറ്റലുകളൊക്കെ വിശാലമാണ്, വിപുലമാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റൽ തന്നെ വളരെ അത്യാധുനിക സംവിധാനങ്ങളോടൊക്കെ ഉണ്ട്. അങ്ങനെ വരാമ്പോൾ നമുക്ക് രോഗം വന്നാൽ ചികിത്സിക്കുന്നത് സുന്നത്താണ്. നമ്മുടെ ഈമാനൊന്നും മുൻഗാമികളുടെ ഈമാനിന്റെ അത്ര എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ രോഗം വരുമ്പോൾ സ്വയം മാറട്ടെ എന്ന് ചിന്തിച്ച് മാറാതെ ചികിത്സ തേടണം, നിർബന്ധമാണ്. ഈ അടുത്ത് എൻ്റെ മകൻ, എൻ്റെ കുട്ടിക്ക് ഇപ്പൊ 4.5 വയസ്സായി, മുഹമ്മദ് സിനാൻ എന്ന എൻ്റെ പൊന്നുമോൻ. ആ പൊന്നുമോന് ഒരു വാക്സിൻ കൊടുക്കുന്നതിന് വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്നപ്പോൾ അവിടെ എഴുതാനിരുന്ന ആ ഓഫീസിലെ നഴ്സിനോട് ചോദിച്ചു,
ചോദിക്കുന്നോടൊന്നും തോന്നരുത്. ഞാൻ ചെന്തുപറ്റി ചോദിച്ചോളി. അപ്പോൾ വേറെ ഒന്നും എടുക്കരുത്. ഞാൻ ചെന്തുപറ്റി അല്ല, ഈ അടുത്ത് 1-2 കേസ് വന്നപ്പോൾ ആ ഉസ്താദുമാരാണ്. ആ ഉസ്താദുമാർ പോളിയോ കൊടുക്കാൻ, അതായത് വാക്സിൻ കൊടുക്കാൻ സമ്മതിക്കുന്നില്ല, അതിന്റെ ആവശ്യമില്ലെന്നപ്പോൾ മതത്തിൽ എന്തെങ്കിലും ഇതിൽ എതിരുണ്ടോ എന്നോട് ആ പ്രിയപ്പെട്ട നഴ്സ സഹോദരനോട് ചോദിക്കാൻ. ഞാൻ പറഞ്ഞു മതത്തിൽ അങ്ങനെ ഇല്ല. ഞാൻ തുറന്നു പറഞ്ഞു അത് കാണിക്കുന്നത് മണ്ടത്തരാണ്, അത് വിവരക്കേടാണ്. ഒരു മതത്തിലും അങ്ങനെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ തടയിടാൻ ഒരു മതത്തിലും പറയുന്നില്ല. ഇസ്ലാം മതത്തിനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതൻ എന്ന നിലയിൽ, ഒരു ആലിം എന്ന നിലയിൽ അങ്ങനെ ഇല്ല. അത് കാണിക്കുന്നത് കുട്ടിയോട് കാണിക്കുന്ന വല്ലാത്തൊരു മൃഗീയമായ സമീപനമാണ് എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അതുപോലെ നമ്മിൽ പലർക്കും പ്രയാസ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ചികിത്സ തേടണം. ആ ചികിത്സയോടൊപ്പം, ഭൗതിക ചികിത്സയോടൊപ്പം നമ്മുടെ കൽബിൽ ഒരു വിശ്വാസത്തിന് വേണ്ടി, ഒരു ഉറപ്പിന് വേണ്ടി, ആ ഭൗതികമായ ചികിത്സ ബലവത്താകാൻ വേണ്ടി ആത്മീയ മരുന്നും കൂടി കൂട്ടിക്കലർത്തുമ്പോൾ അത് വലിയ ബലവത്താകും. ഇൻഷാ അല്ലാഹ് ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ്. രോഗം വന്നാൽ ചികിത്സിക്കണം. ആ ചികിത്സയോടൊപ്പം നമുക്കൊരു രോഗം വന്നാൽ, ഒരു വേദന വന്നു, ഒരു നെഞ്ചുവേദന വന്നു, ഒരു തലവേദന വന്നു, ഒരു പ്രയാസം വന്നു, ആ പ്രയാസത്തിലിരിക്കുമ്പോൾ ഈ 4 ദിക്റുകൾ, 4 മന്ത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചേർത്തു പിടിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ ആ വേദന നമുക്ക് കുറയും. രോഗം അല്ലാഹു ശിഫ തരും. അള്ളാഹു ആരോഗ്യം ആഫിയത്തും തരും. കഴിക്കുന്ന മരുന്നിന് ബലമുണ്ടാകുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കണം. ഏതൊക്കെയാണ്? ഒന്നാമത്തെ ദിക്ർ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കാൻ സ്ക്രീനിൽ കാണാം. അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശൽ അലീം അൻ യശ്ഫിയക. അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക. അങ്ങനെ അസ്അലുല്ലാഹൽ അലീം, പടച്ചവനെ നിന്നോട് ഞങ്ങൾ ചോദിക്കണം, ഉന്നതനായ റബ്ബേ നിന്നോട് ഞാൻ ചോദിക്കണം, റബ്ബൽ അർശിൽ അലീം, അർശിന്റെ ഉടമസ്ഥനായ റബ്ബേ യശ്ഫിയക, നീ എനിക്ക് ശിഫ തരണേ പടച്ചവനെ, നിന്റെ അടുക്കലാണ് ശിഫ, ആ ശിഫ നീ നൽകണേ അല്ലാഹ് എന്ന ദിക്ർ. അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക എന്ന ദിക്ർ ഒന്നാമത്തെ മന്ത്രം. ഇത് പഠിച്ചു വെക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. രണ്ടാമത്തെ ദിക്ർ പരിശുദ്ധമായ ഖുർആനിന്റെ കൽബാണ്, ഹൃദയമാണ് യാസീൻ. യാസീൻ ഒരു ഹൃദയമാണ്. മഹാരഥന്മാരാകുന്ന ഖുർആൻ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ആ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്ന ഖുർആന്റെ കൽബ് യാസീൻ ആണെങ്കിൽ യാസീനിന്റെ കൽബ് ഒരു ആയത്താണ്. ഏതാണ് ആയത്ത്? ആ ആയത്ത് വലിയ ഷിഫാഇന് പറ്റിയ ആയത്താണ്, വലിയ സംരക്ഷണം തീർക്കുന്ന ആയത്താണ്. ഏതാണ്? സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം എന്ന ആയത്ത് നമ്മുടെ നിത്യം നമുക്ക് കഴിയുന്ന എത്രയും ചൊല്ലാൻ പറ്റുമോ നമ്മൾ ചൊല്ലിയാൽ നമുക്ക് പ്രയാസ പ്രതിസന്ധി, രോഗമാകട്ടെ, അത് എന്ത് ഇടങ്ങേറുകളാകട്ടെ, കടങ്ങളാകട്ടെ, ബുദ്ധിമുട്ടുകളാകട്ടെ, കണ്ണേറുകളാകട്ടെ, സിഗറുകളാകട്ടെ, അതിനെല്ലാം ഈ 4 മന്ത്രങ്ങൾ വലിയ ബലവത്താണ്. ഒന്നാമത്തത് അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക. രണ്ടാമത്തത് സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, അറിയാവുന്ന ആയത്താണ്. മൂന്നാമത്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പദമാണ് ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഇ ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമായി വഹുവ സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഇ ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമായി വഹുവ സമീഉൽ അലീം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ദിക്റാണ്. നാലാമത്തൊന്ന് അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. ഈ അവസാനം പറഞ്ഞ 2 നമ്മൾ ഹദ്ദാദ് ചൊല്ലുന്ന ദിക്റായതുകൊണ്ട് നമുക്ക് സുപരിചിതമാണ്. ആദ്യത്തെ 2 യാസീൻ ഓതുകൊണ്ട് രണ്ടാമത് പറഞ്ഞത് എളുപ്പമാണ്. പിന്നെ ആദ്യം പറഞ്ഞ ദിക്റായിരിക്കും ചിലപ്പോൾ പലർക്കും പരിചയമില്ലാത്തത്. ഏതാണ്? അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക. ഈ 4 ദിക്റുകൾ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം, നമ്മുടെ കുടുംബക്കാരെ നമ്മൾ പഠിപ്പിക്കണം, നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ പഠിപ്പിക്കണം. ഒരു തലവേദന വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, എന്നിട്ട് ഈ 4 ദിക്റുകളും നിശ്ചിത എണ്ണം വെച്ച് ഓതിയിട്ട് ഒരു ഫാത്തിഹയും കൂടി മന്ത്രിച്ചല്ലേക്ക് ഓതുക, എന്നിട്ട് കുടിക്കുക. ഇതൊക്കെ നമുക്ക് വലിയ സമാശ്വാസം തരുന്ന വലിയ, ഇത് പറയുമ്പോൾ കമന്റുകളും ട്രോളുകളും വരണ്ട. സ്വന്തമായും മന്ത്രവാദം തുടങ്ങാൻ, സ്വന്തമായി ചികിത്സ തുടങ്ങാതെ അനുവാദം കൊടുക്കുന്നു എന്ന് നിങ്ങൾ കരുതണ്ട. നമുക്കും ചെയ്യാൻ കഴിയും. നമ്മുടെ നഫ്സിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനമാണല്ലോ വലിയ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് തന്നെ ഖുർആനിക മരുന്നുകളാണ്, മഹാരഥന്മാർ തന്ന അറിവിന്റെ ഏറ്റവും വലിയ വാതായനങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കുമ്പോഴാണ് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ കഴിയുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹു നമുക്ക് മുൻഗാമികൾ കാണിച്ചു തന്ന വഴികളിലൂടെ സഞ്ചരിക്കാൻ ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ
4 മന്ത്രങ്ങൾ പഠിച്ചു വെക്കുക, നമ്മുടെ മക്കളെ പഠിപ്പിക്കുക, ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, അറിവ് മറ്റുള്ളവരിലേക്ക് പകർത്തൽ അത് സ്വതക്കയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. പുതിയ ഒരു അറിവുമായി വീണ്ടും നമ്മൾ കണ്ടുമുട്ടും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. രാവിലെ എല്ലാ ദിവസവും രാവിലെ ഒരു 6 മണിയാകുമ്പോൾ സുബഹി കഴിഞ്ഞിട്ട് ഈ പഠന വിഷയം നിങ്ങളിലേക്ക് എത്തിച്ചു തരും. മഗ്രിബിന് തൊട്ട് മുമ്പായി ഇൻഷാ അല്ലാഹ് ദിക്റുകളും ദുആകളും ചൊല്ലി അസ്തമയ സമയത്ത് മഗ്രിബോട് അടുത്ത സമയത്ത് ഒരു ദുആ മജ്ലിസ് ഉണ്ടാകും. അതിന്റെ വീഡിയോ നിങ്ങളിലേക്ക് എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം ഉണ്ടാകും. അള്ളാഹ് കബൂലാക്കട്ടെ. അതോടൊപ്പം ഈ വിനീത നേതൃത്വം നൽകുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ബദറിൻ തീരം എന്നൊരു ആത്മീയ മജ്ലിസ് തിബ്ബുസ്സലാത്തും അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറും ഹദ്ദാദ് റാത്തീബൊക്കെ ചൊല്ലി മഹാന്മാരുടെ ചരിത്രം പാടി പറയുന്ന ഒരു മജ്ലിസാണ്. അതിന്റെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ മജ്ലിസിൽ നിങ്ങൾ പങ്കെടുക്കണം. ബദറിൻ തീരം ആത്മീയ മജ്ലിസ് അള്ളാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ദുആ വസിയത്തുകൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്. അള്ളാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ദുആരക്കണം. പുതിയ ഒരു അറിവുമായി കണ്ടുമുട്ടാം ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.